ഹലോ ഗൈസ്, അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് സൂപ്പർ കപ്പ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റാണ് സൂപ്പർ കപ്പിൻ്റെ. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗൈസ് ഒരു സങ്കട വാർത്ത തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 കളിയും ടെലികാസ്റ്റ് ചെയ്യത്തില്ലെന്നാണ്, ലൈവ് ടെലികാസ്റ്റ് ഇല്ലെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. ഹൈദരാബാദുമായിട്ടുള്ള കളിയും രാജസ്ഥാനുമായിട്ടുള്ള 2 കളിയിൽ ലൈവ് ടെലികാസ്റ്റ് ഇല്ലെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. കാരണം ബാംബൂലിയ എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് കളി. അവിടെ ലൈവ് ടെലികാസ്റ്റ് ഇല്ലെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് AFFന് കൊണ്ട്. എന്തായാലും അത് നടക്കുമെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ച് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. ഈ 2 മാച്ചിൻ്റെ കാര്യമാണ് ഇതുവരെ കൺഫേം ആകാത്തത്. എന്തായാലും AFFന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും. ഗൈസ്, അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ വർഷം തൊട്ട് സൂപ്പർ കപ്പിൽ 4 ഫോറിൻ പ്ലേയേഴ്സിനെ സ്റ്റാർട്ടിങ് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ. കഴിഞ്ഞ വർഷമൊക്കെ 6 പേരെ പറ്റുമായിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് 4 പേരെ തന്നെ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മുടെ പുതിയ 3 സൈനിങ്സൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. പിന്നെ കഴിഞ്ഞ ദിവസം ചെന്നൈ FC ആയിട്ടൊരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ 1-ാം മുട്ടയ്ക്ക് ചെന്നൈ FC തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.